അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ കുറച്ച് കേക്കുകളുടെ വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് കുറച്ച് കൂടുതൽ കേക്കുകൾ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് പഞ്ചായത്തിലേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. ഒരു 3 കിലോൻ്റെ കേക്ക് അവർക്ക് 5 കിലോനാക്കി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭരണസമിതി 2025 ഭരണസമിതി ലാസ്റ്റ് ദിവസം ഇറങ്ങുന്ന ദിവസത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ 5 കിലോനാക്കി ചെയ്യുന്ന കേക്ക് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ കേക്ക് വരുന്നതും ബട്ടർ സ്കോച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രലയൻ ഇട്ടു. പിന്നെ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ സോസ്, നമ്മളുടെ പ്രത്യേക തരം സോസാണ് കേട്ടോ ഇതൊക്കെ ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സോസ് പിന്നെ നമ്മൾ ക്രീമിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫില്ലിങ്ങൊക്കെ നല്ലോണം അത്യാവശ്യം ക്രഞ്ചി ആക്കി കൊടുത്തിട്ട് നമ്മൾ 1 kgൻ്റെ കേക്കാണ്. അപ്പോൾ അതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോക്കോ ചിപ്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, വൈറ്റ് ചോക്കോ ചിപ്സ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്ക്വയർ കേക്ക് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഐസിങ് ചെയ്യാമെന്നും, അത് തന്നെ 3 കിലോൻ്റെ കേക്ക് നമുക്ക് 2 കിലോനോ 3 കിലോനൊക്കെ വന്നാലും നമുക്ക് കൂടുതൽ എന്താ പറയുക കൂടുതൽ വലുപ്പത്തിൽ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഐസിങ് ചെയ്യാമെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ ഇത് തീം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കളറൊക്കെ. അപ്പോൾ ഞാൻ ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരയച്ച കളറ് 3 കളർ ഉണ്ടായിരുന്നു, 3 ഷെയ്ഡായിരുന്നു ഒരു കേക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കളറ് ഞാനിതിൽ കേക്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ലൈറ്റ് ബ്രൗണും പിന്നെ ഒന്ന് കുറച്ചും കൂടി ഡാർക്കായത്. എന്തായാലും ബ്രൗൺ കളറൊന്നും നമുക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടില്ല, എങ്കിലും അത്യാവശ്യം കൊടുത്തിട്ടാണ് ഇങ്ങനെയെങ്കിലും കളർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഫോക്സ് ബോളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്കിനെ എന്താ പറയുക ഫൈനലായിട്ട് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. ഇത് 1.5 ആണ്. അതന്നെ 7 ഇഞ്ച് പാനിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് 2 പാനിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. കുറച്ച് ഹൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് ഗോൾഡൻ ഫോക്സ് ബോളാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നെയിം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക്, ഹാപ്പി ബർത്ത്ഡേ മാത്രം മതി, നെയിം ഞങ്ങൾ ഇവിടെ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കുറച്ച് എന്താ പറയുക ഗോൾഡൻ്റെ ലീവ്സും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ കേക്കിനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ മിക്ക ദിവസം 4:30 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ 9-9:30 വരെയൊക്കെ വർക്ക് ഉണ്ടാവും. അത്രയും നേരം ഞാൻ എൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും, കാരണം അത്രയും നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലം കേക്കിൻ്റെ ഓർഡർ കുറച്ച് കൂടുതലുള്ളത് കാരണം അതും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വർക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മിൽക്ക് കേക്കാണ്, ഡ്രസ്ലെച്ചസ് എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇതൊരു 1/2 kg ആണ്. 1/2 kg മിൽക്ക് കേക്കൊക്കെ എങ്ങനെ സെറ്റ് ചെയ്താലും നമുക്കൊരു 650-700 ഗ്രാം വരും. ഇതൊരു 650ൻ്റെ മുകളിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റോസ് പെറ്റൽസും പിസ്തയും ഒക്കെ നമുക്ക് റോസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് അത് നമുക്ക് രാത്രി 9 മണിക്കായിരുന്നു ഡെലിവറി. പിന്നെ ഈ കേക്കും ബട്ടർ സ്കോച്ച് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ കാണിക്കാത്തത്. ഇത് ഞാൻ 5 ഇഞ്ചിൻ്റെ പാനിൽ 2 പ്രാവശ്യമായിട്ട് 1 kg കേക്ക് ബേക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ എന്താ പറയുക കുറച്ചും കൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. അമ്മ ഗൾഫിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ക്രം കോട്ടൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് കേക്കാണ് ഇട്ടത്. ഇത് ചോക്കോ ട്രിഫിളാണ്, പക്ഷേ പ്രീമിയം കേക്കാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിസ്ത, കിവി, ഫിഗ്, പിന്നെ ബദാമും കാഷ്യും മാംഗോ, അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തിട്ട്, ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോക്കോ ട്രിഫിൾ കുറച്ച് കേക്കിൻ്റെ ക്രീമിലൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കേക്കിനെ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ കേക്ക് ഇതേപോലെ തന്നെ 2.5 kg ആണ് കേട്ടോ. അപ്പോൾ ഈ 2.5 കിലോ കേക്ക് അവർക്ക് 4 കിലോൻ്റെ ബേസിൽ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ലെയർ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരം ഉണ്ടാവും നമ്മൾ ഈ 2 ലെയർ ചെയ്താൽ കറക്റ്റ് തൂക്കം കിട്ടും. പക്ഷേ നല്ല തൂക്കം ഉണ്ടാവും. നമ്മൾ ബോർഡിൻ്റെ തൂക്കം കഴിച്ചിട്ട് തന്നെ നമുക്ക് 2.5 കിലോ കേക്ക് ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക 3 ലെയർ ഇല്ലയെന്നേ ഉള്ളൂ. പക്ഷേ ആ 3 ലെയർ കൊണ്ട് നമ്മൾ 2 ലെയർ ആക്കിയിട്ട് പിന്നെ അത്യാവശ്യം ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലെ ഫില്ലിങ്ങൊക്കെ കണ്ടാൽ. ഇതൊക്കെ പ്രീമിയം കേക്കാണ് കേട്ടോ. ഇതൊരു കോളേജിക്ക് സാർ ഓർഡർ ചെയ്തതാണ് കുട്ടികൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2.5 കേക്ക് 4 kg ബേസിൽ ചെയ്ത് കൊടുക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താണ്. ഞാൻ എൻ്റെ അടുത്ത് 12 ഇഞ്ചിൻ്റെ പാനുണ്ട്. അപ്പോൾ ആ പാനിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ബേക്ക് ചെയ്താണ് 2.5 കിലോ കേക്ക്. എന്നിട്ട് ഞാൻ 14 ഇഞ്ചിൻ്റെ ബേസിലാണ് പിന്നെ ഇത് സെറ്റാക്കി എടുക്കുന്നത്. ഞാൻ ചോക്കോ ചിപ്സും ചോക്ലേറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്താണ് ഞാൻ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവൻ എത്ര ലിറ്ററിൻ്റെയാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് 60 ലിറ്ററിൻ്റെ ഓവനാണ്. ബോറോസിലാണ് എൻ്റെ ഓവൻ്റെ പേര്, കമ്പനി. പിന്നെ അതിൻ്റെ ഗ്രില്ല് എവിടെ നിന്നാണ് ചെയ്തെടുത്തത്, ഞാൻ എക്സ്ട്രാ ഒരു ഗ്രില്ല് പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ്. അത് എന്താ പറയുക, ഞാൻ ചെയ്തെടുത്ത ഗ്രില്ല് കുറച്ച് ടൈറ്റായിപ്പോയി. അപ്പോൾ അതിൽ ഫിക്സ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് എടുക്കാൻ കിട്ടണില്ല. ഇങ്ങനെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടണമല്ലോ, അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 5 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത ആനിവേഴ്സറി കേക്കാണ് ഇട്ടത്. ഉമ്മ ഓർഡർ ചെയ്താണ് ഗൾഫിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇട്ടത്. കുറച്ച് മൊഞ്ചുള്ള കേക്കാണിത്, കാണാൻ നല്ല ലുക്കില്ലേ. അപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക ഫോണ്ടൻ വർക്കും പിന്നെ ഒരു പ്രിൻറ്റും, എഡിബിൾ പ്രിൻ്റാണ്. പിന്നെ ഒരു റിബണൊക്കെ വെച്ചിട്ട് സംഭവം സിമ്പിളാണ്, പക്ഷേ കാണാൻ നല്ല ലുക്കുള്ള കേക്കായിരുന്നു കേട്ടോ. ഇതും ഇതേപോലെ രാവിലെ 9 മണിക്ക് ഡെലിവറി ചെയ്യേണ്ട കേക്കാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റ് ട്രിഫിളാണിത്. പിന്നെ അതിൽ ചോക്ലേറ്റൊക്കെ ഒഴിച്ച് ഇതുമൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ അതിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് എടുക്കുക ചെയ്തത്. കാരണം നല്ല തിരക്കായത് കാരണം നമുക്ക് ഒത്തിരി അവരയച്ചിട്ടുണ്ടായിരുന്നു പേരെഴുതാൻ. അപ്പോൾ അതൊക്കെ കൂടെ എഴുതാനിരിക്കുന്ന സമയം നമുക്ക് കുറേ സമയം പോവുകയാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തു. അങ്ങനെ ഞാൻ എന്താ പറഞ്ഞപ്പോൾ റാക്ക് ഗ്രില്ല് നമ്മൾ സ്റ്റീലിൻ്റെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ റാക്ക് കൊണ്ടുപോയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റാക്ക് നമ്മളിപ്പോൾ ചെയ്ത റാക്കിൻ്റെ കുറച്ച് വണ്ണം കൂടിപ്പോയി. അപ്പോൾ അത് കാരണം അതിൽ എടുത്തിട്ട് പിന്നെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രില്ല് എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ അതിൽ ഫിക്സ് ആക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആൾറെഡി ഗ്രില്ല് നമുക്ക് ഓവൻ വാങ്ങുമ്പോൾ ഒരു ഗ്രില്ല് ഉണ്ടാവുമല്ലോ, അതാണ് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയിരുന്നത്. അപ്പോൾ ആ ഗ്രില്ലിനെ ഞാൻ തൊട്ട് മേലെന്ന് തൊട്ട് താഴെയുള്ള കോയിലിൽ വെച്ചു, നമ്മളെ പാന് വെക്കാൻ കണക്കാക്കിയിട്ടുള്ള ഗ്യാപ്പ് വിട്ടിട്ട്. പിന്നെ നമ്മൾ മുകളിൽ ഗ്രില്ലിൽ വെക്കുമ്പോൾ എപ്പോഴും ഈ മേലത്തെ ഓവൻ്റെ എന്താ പറയുക കോയിൽ ചൂടാവുന്ന തൊട്ടടുത്താണ് ഈ ഗ്രില്ല് വരുന്നത്. അപ്പോൾ നല്ല ഹെവി ചൂടായത് കാരണം നമ്മളെ കേക്കൊക്കെ കരിഞ്ഞു പോയി ആദ്യത്തെ ഒരു ട്രിപ്പിൻ്റെത്, ഒരു 4 കേക്ക്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ ഫോയിൽ കവറ്, അലുമിനിയം ഫോയിലിൻ്റെ കവറ് ചുറ്റി പാനിനെ ചുറ്റിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതും ഇതേപോലെ ഒരു കോളേജിലേക്കുള്ള കേക്കാണ് കേട്ടോ. ഇത് പിന്നെ 1.5 ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതൊക്കെ പിന്നെ കുറച്ചേ പേര് എഴുതാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ എഴുതി തന്നെ കൊടുത്തു. ഇത് പിന്നെ ഒരു മോളെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് കേക്കിൽ അവർക്ക് ഫ്ലേവറൊന്നും വേണ്ട, വെറും വാനില സ്പഞ്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല കാണാൻ നല്ല ലുക്കുള്ള കേക്കാണ് കേട്ടത്. സിമ്പിൾ വർക്കും ഒക്കെ ആയിട്ട് ഇതിൽ ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് എന്താ പറയുക നോസിൽ ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ്, സിമ്പിൾ ഡിസൈനാണെങ്കിലും. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കേക്കും ഡെലിവറി ചെയ്തു. പിന്നെ വരുന്നൊരു കേക്ക് ടെൻഡർ കോക്കനട്ടാണ്. അപ്പോൾ അതൊരു ഇതേപോലെ ബേബിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈയും ഫോക്സ് ബോളൊക്കെ വെച്ചിട്ട് ഒരു ബേബിനെ വേണം അവർക്ക് കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കേക്ക് എന്ന് പറയണത് പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ചിട്ട് അംഗൻവാടിക്ക് കൊടുക്കണ 2 കേക്കാണ്. അതും ബട്ടർ സ്കോച്ച് തന്നെയാണ്. അപ്പോൾ എത്രക്കുള്ളൂട്ട വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.